പ്രിയപ്പെട്ടവരെ നമസ്കാരം. വിവാഹവേളയിൽ അച്ഛൻ നവവധൂവരന്മാരെ കൈപിടിച്ച് കൊടുക്കുന്നത് കണ്ട് കല്യാണത്തിന് വന്നൊരു കുട്ടി എൻ്റെ അച്ഛനോട് ചോദിച്ചു, എന്തിനാണ് അച്ഛാ അവർ കൈപിടിച്ച് കൊടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ കുട്ടിയുടെ അച്ഛൻ മറുപടി പറഞ്ഞു, ഗുസ്തി മത്സരത്തിലേക്ക് പോകുമ്പോൾ റഫറി കൈപിടിച്ച് കൊടുക്കുകയില്ലേ, അതുപോലെ കൊടുക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ ഇത് പറയാൻ കാരണം, ഷഹബാസ് അമൻ്റെ വെള്ളം എന്ന സിനിമയിൽ ഒരു പാട്ടുണ്ട്. ജയസൂര്യ തൻ്റെ ഭാര്യയെക്കുറിച്ച് പറയുന്ന പാട്ടാണ്. ആകാശമായവളെ തണലായിരുന്നല്ലോ അകലെ പോയി എന്ന് പറയുന്ന ഒരു പാട്ട്. ഇത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് എല്ലാ യാത്രയിലും ആ പാട്ട് വെക്കും. ഒരു സുഹൃത്ത് ഒപ്പം യാത്ര ചെയ്തപ്പോൾ ഈ പാട്ട് വന്നപ്പോൾ അത് മാറ്റാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താടാ നിന്റെ ഭാര്യ ആകാശമല്ലേ ചോദിച്ചപ്പോൾ അവൻ തന്ന മറുപടിയാണ്, ആകാശം തന്നെയാണ്, പക്ഷെ തുലാമാസത്തെ ആകാശമാണ്, ദിവസവും ഇടിയും മിന്നലും മാത്രമാണ് എന്ന് പറഞ്ഞു. ഓട്ടോമാറ്റിക്കായി നമ്മൾ ഉപദേശിക്കുമല്ലോ, ഉപദേശിക്കാൻ നമ്മൾ രാജാവാണല്ലോ. തുലാമാസം കഴിഞ്ഞാലും ശിശിരവും വസന്തവും വേനലൊക്കെ വരും, ഈ സമാധാനപ്പെടെ എല്ലാ കുടുംബവും അങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ ദേഷ്യപ്പെട്ട് പറയുകയാണ്, എത്രയാണ് ഒരു തുലാമാസം, 6 വർഷമാണോ തുലാമാസം എന്ന് പറയും. 6 വർഷമായിട്ട് അവൻ ഇടിയും മിന്നലും അനുഭവിക്കുകയാണ്. പിന്നെ ഞാൻ പാട്ട് മാറ്റി, പിന്നെ പാട്ട് വെച്ചത് അമ്മായിയുടെ മോളെ നിക്കാഹ് കഴിച്ചു, ആകെ കുഴപ്പത്തിലായി എന്ന പാട്ട് വെച്ച് ഞങ്ങൾ സന്തോഷമായി യാത്ര ചെയ്തു. വേറെ ഒരു ഉപദേശം നിന്നില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം.